ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിഷൻ SSC ആൻഡ് RRB. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണോ? അത് SSC ആണെങ്കിലും PSC ആണെങ്കിലും RRB ആണെങ്കിലും അതുപോലുള്ള ഏത് എക്സാം ആണെങ്കിലും അതിൽ ടൈം ടേബിൾ വച്ച് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് വീക്ക്ലി ടൈം ടേബിൾ വെച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിലുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. ആ ഒരു വീക്കിനുള്ളിൽ നമ്മൾ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. കാട്ടിക്കൂട്ടി അവിടുന്നും ഇവിടുന്നും ഒക്കെ പഠിച്ച് നമ്മുടെ മെയിൻ ഫോക്കസ് എന്തായിരിക്കും? ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഫോക്കസിൽ നമ്മൾ അങ്ങും ഇങ്ങൊന്നും പഠിച്ച് അവസാനം അത് ഒരു പ്രയോജനമില്ലാതെ ഒരു വീക്ക് തന്നെ വേസ്റ്റായി പോണൊരു പ്രശ്നമാണ് എനിക്ക് ആദ്യം ഉണ്ടായത്. അതിനുശേഷം ഞാൻ എനിക്ക് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ് തലേ ദിവസം ടൈം ടേബിൾ ചെയ്യുക. നാളത്തേക്കുള്ള ടൈം ടേബിൾ അല്ലെങ്കിൽ നാളത്തേക്കുള്ള ടൈം ടേബിൾ ഇന്ന് നൈറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കാറുണ്ടായിരുന്നു. അതിലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം നമുക്ക് എന്തൊക്കെ ഫംഗ്ഷനാണോ ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് വല്ല ഹോസ്പിറ്റലിൽ പോകാനോ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് മുൻകൂട്ടി അറിയാം. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. മാക്സിമം നമ്മളത് കവർ ചെയ്യാൻ നോക്കും. കാരണം നമ്മളൊരു സ്റ്റിക്കി നോട്ടിൽ നമ്മൾ പിറ്റേ ദിവസം കവർ ചെയ്യേണ്ട ടോപ്പിക്സ് എഴുതി എന്ത് ചെയ്യുക? ഭിത്തിയിൽ ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ നേരെ പഠിക്കാനിരിക്കുമ്പോൾ അതാണ് കാണുന്നത്. അപ്പം നമുക്ക് മാക്സിമം അത് കവർ ചെയ്യണം എന്നുള്ളൊരു ഒരാഗ്രഹം വരും. നമ്മളത് മാക്സിമം കവർ ചെയ്യാനായിട്ട് നോക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഏത് എക്സാമിന് പഠിച്ചാലും അതിന് ഒഫീഷ്യൽ ഒരു സിലബസ് കാണും. അതിൻ്റെ സൈറ്റിൽ ഏത് എക്സാം ആണെങ്കിലും അതിൻ്റെ സൈറ്റിൽ ഒരു സിലബസ് കാണും. ആ ഒരു സിലബസ് ഡൗൺലോഡ് ചെയ്ത് അതെന്ത് ചെയ്യുക? ഒരു പ്രിൻ്റ് എടുത്ത് നമ്മൾ വയ്ക്കാം. ആ പ്രിൻറ്റിൽ നോക്കി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സിലബസിൽ നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ. ആദ്യം ഏത് എക്സാമിനാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ സിലബസ് കവർ ചെയ്യാതെ PYQ ചെയ്തിട്ടും കാര്യമില്ല, ഒന്നും ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. അതൊന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂട്യൂബിലുള്ള വീഡിയോസ് കണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. അതല്ല, സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് പിനാക്കിളിൻ്റെ ബുക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന പിനാക്കിൾസിൻ്റെ ബുക്കുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിനാക്കിളിൻ്റെ ബുക്സ് വാങ്ങിച്ച് സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുക. ആദ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? PYQs ചെയ്യുക. ഏകദേശം ഒരു 5 years PYQs ചെയ്താൽ തന്നെ വളരെ റിസൾട്ട് കിട്ടും. നമ്മളിപ്പോൾ റീസെൻ്റ് നടന്ന ഫേസ് 12 എക്സാമിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തവർക്ക് ഈ വർഷങ്ങളോളം പ്രിപ്പയർ ചെയ്ത സ്റ്റുഡൻസിൻ്റെ ഏകദേശം അത്ര മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് PYQ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ PYQസിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അത് കാണാത്തവർ കാണാം, വേണ്ടുന്നവർ അത് കയറി കാണണം. അപ്പോഴേ PYQs വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴേ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. ആദ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം PYQs ചെയ്യുക. ദെൻ PYQs ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സിലബസ് റിവിഷനും കൂടെ ചെയ്യുക. നമ്മുടെ മനസ്സിൽ പതിയണം, അല്ലേ? നമുക്ക് ഈ പഠിക്കുന്നതൊന്നും നമുക്ക് ഒരിക്കലും വേസ്റ്റായി പോകത്തില്ല. കാരണം ജനറൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ. ജനറൽ അവയർനെസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോവുക. നമുക്ക് PSC ആയാലും RRB ആണെങ്കിലും SSC ആണെങ്കിലും നമുക്ക് നടുക്ക് വെച്ചൊരു ട്രാൻസിഷൻ വേണം. നമുക്ക് SSC പഠിച്ച അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് കഴിഞ്ഞു, SSC പഠിച്ചുകൊണ്ടിരുന്നു, ഏജ് ലിമിറ്റ് കഴിഞ്ഞു, അപ്പോൾ നമുക്കിനി PSCയിലോട്ട് പോവാം എന്ന് വിചാരിക്കുന്നവർക്ക് പോലും ഒരിക്കലും പഠിച്ചതിൽ നഷ്ടം വരത്തില്ല ഈ ജനറൽ അവയർനെസ് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ജനറൽ അവയർനെസ്സിൻ്റെ PYQs ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്ലാസ്സുകൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ അതിൻ്റെ ക്ലാസ്സും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാൻ? നല്ലപോലെ പഠിക്കുക, സിലബസ് അറിഞ്ഞ് പഠിക്കുക. താങ്ക് യു ഫോർ